എല്ലാവർക്കും മന്നാസ് രുചിക്കൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് എല്ലാം അത്യാവശ്യം സ്പെഷ്യലൊക്കെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളും അതിന്റെ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഇന്ന് ചെയ്യാൻ പോകുന്ന മുട്ടക്കറി എന്നുള്ളത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ്. നമ്മുടെ ചപ്പാത്തി, നാൻ, പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്തമായ മുട്ടക്കറി ആയിരിക്കും. ഇതും വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അത് പറയാൻ കാരണം ഞാൻ ഇതിനിടയിൽ 1-2 ടിപ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും, ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സ് ആയിരിക്കും. അറിയില്ലാത്തവർക്ക് അത് ഉപകാരമുള്ളതായിരിക്കും. അപ്പോൾ ആരും മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. അതുപോലെ ഏതെങ്കിലും റെസിപ്പി ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് കാണിക്കും. അപ്പോൾ നമുക്ക് മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫ്രണ്ട്സ്, മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ മുട്ട പുഴുങ്ങാൻ എടുക്കാം. അപ്പോൾ 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓരോ മുട്ട ഇട്ട് കൊടുക്കാം. ആദ്യമേ എന്നിട്ട് അതിലേക്കുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഒരു ടിപ്പ്. നമുക്ക് മുട്ട വേവിക്കുമ്പോൾ അധികം പൊട്ടിപ്പോകാതെ എങ്ങനെ വേവിക്കണമെന്നുള്ള ഒരു ടിപ്പ് ഇതാണ്. ഉപ്പിടാം. ഒപ്പം നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ തോട് ഇതിനകത്ത് കിടന്ന് പൊട്ടാതെ നമുക്ക് കിട്ടും. അതാണ് ഒരു ടിപ്പ്. ഇതറിയില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മുട്ട വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് മുട്ട വേവിക്കാൻ വയ്ക്കാം. ഫ്രണ്ട്സ്, മുട്ട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാം. അതിനുവേണ്ടി നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. ഷേപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. ഇതുപോലെ നമുക്കൊരു എന്നാ കണ്ടോ, ഈ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സവാള ഫുൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇതൊന്ന് വേഗം അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തത്. ഇപ്പം സവാള നമ്മൾ അരിഞ്ഞ ശേഷം അടുത്ത് നമ്മൾ എടുക്കുന്നത് പച്ചമുളകാണ്. അപ്പം നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ഇതിനെടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10 പച്ചമുളകാണ്. നമ്മളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം. ഇതിന് ഞാനൊരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തു. കാരണം വേറൊന്നിനല്ല കട്ട് ചെയ്തത്, മിക്സിയിൽ ഇട്ടിട്ട് അരക്കാനാണ്, എളുപ്പത്തിന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പച്ചമുളക് ഇട്ട് ഇനി നമ്മൾ ഇടുന്നത് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയാണ്. ഇതേപോലെ ഒരു 10-12 അല്ലി ചെറിയ വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ഇട്ടു. ഇനി നമ്മൾ ഇടുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പുതിനയില കേട്ടോ. പുതിനയിലയാണ് നമ്മളിതിലേക്ക് അരക്കാൻ വേണ്ടി ഇടുന്നത്. ഫ്രഷ് ആയിട്ടുള്ള പുതിനയില നമ്മൾ എടുക്കാം. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സവാള, പുതിനയില എല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കണം. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് ചട്ടിയാന്ന് ഓർത്ത് അത് എടുക്കാം. ഇത് ചൂടായി കഴിഞ്ഞ് ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച അരപ്പില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കറിയിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മിക്സിയില്ലേ, നമ്മൾ അരച്ച അരപ്പിലെ മിക്സിയിലേക്ക് തന്നെ ഞാൻ ജസ്റ്റ് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിൻ്റെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കി ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഈ അരപ്പില. അതേപോലെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഒരു 5-10 മിനിറ്റ് എടുക്കും. അപ്പോഴത്തേക്കും വെള്ളമെല്ലാം വറ്റി വരും. ഇപ്പം നമ്മുടെ ഗ്രേവിയിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യമേ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇടുന്നത്
ഗരം മസാലയാണ്. ഗരം മസാലയും നമുക്ക് ഒരു 1/2 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മതി. പിന്നെ ഇടുന്നത് ജീരകപ്പൊടിയാണ്, ചെറുജീരകപ്പൊടി. അത് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മൾ മസാലപ്പൊടികളായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത്. മുളക് പൊടി ഒന്നും നമ്മൾ വേറെ എക്സ്ട്രാ ഇടുന്നില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം ഇങ്ങനെ കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് തൈരാണ്. നമ്മൾ ആഡ് ചെയ്യുന്നത് പുളിക്കായിട്ട്. ഇതിന് ചെറിയൊരു പുളിയുള്ള കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു തൈരാണ് നമ്മൾ ഒഴിക്കുന്നത്. ഒരു 100 ml വെള്ളം തൈര് നമ്മളെടുത്ത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായില്ല, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം. ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ബാക്കി വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാലാണ്. ഈ പാല് നമ്മൾ എത്ര തൈര് എടുത്തോ അതിൻ്റെ ഡബിളായിട്ടുള്ള പാലാണ് എടുക്കുന്നത്. പാല് തിളപ്പിച്ച് ആറ്റിയിട്ടായാലും നമുക്കിത് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലും കൂടെ മിക്സായി വരുമ്പോൾ നമുക്ക് ഈ കറിക്ക് ഒരു നല്ലൊരു കളർ കിട്ടും. ഇത് കറി ലാസ്റ്റ് റെഡിയാക്കി കിട്ടുമ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മുട്ട നമ്മൾ എപ്പോഴും പൊളിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി തണുത്ത വെള്ളത്തിൽ ഇതേപോലെ ഇട്ടിട്ട് പൊളിച്ച് കഴിഞ്ഞാൽ മുട്ട നമുക്ക് ഉടയാതെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി മൂടി മാറ്റാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നതുണ്ടോ. ഇതാണ് കറക്റ്റ് പരുവം നമ്മുടെ കറിയുടെ. ഇനി നമ്മളിതിലേക്ക് ലാസ്റ്റ് ഇടുന്നത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഞാനിപ്പോൾ ഹാഫായിട്ട് മുറിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫുള്ളായിട്ടാണെങ്കിൽ ഫുള്ളായിട്ട് ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. മുട്ടയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുട്ടക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഹൈദരാബാദി സ്റ്റൈൽ മുട്ടക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. ബൈ ഫ്രണ്ട്സ്.